സോഷ്യൽ മീഡിയ കൊന്ന ഒരാളുടെ ലിസ്റ്റിലേക്ക് ദീപക് എന്ന ഒരു സഹോദരൻ കൂടെ കയറിയിരിക്കുന്നു. ബസ്സിൽ നിന്ന് പെൺകുട്ടി എടുത്ത വീഡിയോ കണ്ടു. അയാളുടെ ഭാഗത്താണോ അവളുടെ ഭാഗത്താണോ പിഴവ് വന്നതെന്ന് തീർപ്പ് പറയാൻ ഞാൻ കോടതിയല്ല. അതിന്റെ യഥാർത്ഥ ഉദ്ദേശം അവൾക്കും ആ മരിച്ച സുഹൃത്തിനും മാത്രം അറിയുന്നതാണ്. ഞാനിപ്പോ സംസാരിക്കുന്നത് ബോധമുള്ള ഈ സമൂഹത്തോടാണ്. 10-15 വർഷം മുന്നേ വരെ നമ്മുടെ നാട്ടിലെ ബസ്സുകളിൽ ആണിനും പെണ്ണിനും വെവ്വേറെ സീറ്റും ഇടവും ഉണ്ടായിരുന്നല്ലോ. ആരാണ് അതെല്ലാം എടുത്തു കളഞ്ഞത്? ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴില്ലെന്ന് പറയുന്നവരോടാണ്. ആകാശം ചിലപ്പോൾ വീണേക്കില്ല, പക്ഷെ ഇതുപോലെ പല ജീവനുകളും വീണേക്കും. ബസ്സുകളിൽ സ്ത്രീകൾക്ക് സെൽഫി ഓണാക്കി കയറേണ്ടി വരുന്നതിന്റെ കാരണങ്ങളെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതുപോലെ അടുത്തു നിന്ന് അനാവശ്യമായി ക്യാമറ വെച്ച് ഒരു മനുഷ്യ ജീവനെ പിച്ച് ചീന്തേണ്ടി വന്നതിന്റെയും കാരണം ആലോചിച്ചു നോക്കിയേ. രണ്ടും ഒരേ കാരണമാണ്. അന്യ ആണും പെണ്ണും അടുത്ത് വരുമ്പോഴുണ്ടാവുന്ന അതേ കാരണം. ഞാനിത് പറഞ്ഞാൽ എന്നെ അടുത്ത് 6-ാം നൂറ്റാണ്ടിന് വണ്ടി കയറാത്തവനെന്ന് പറയാന് 1000 പേരുണ്ടാവുമെന്നറിയാം. പക്ഷെ പറയാതെ വയ്യ. ആ മനുഷ്യന്റെ ജീവന ഉത്തരവാദി ആ പെൺകുട്ടി മാത്രമല്ല, കൂടിയിരിപ്പിന്റെയും കൂട്ടിക്കലരലിന്റെയും ചൂട്ടുപിടിച്ച് നടന്ന പുരോഗമന ലേബലിസ്റ്റുകൾ കൂടിയാണ്. സോഷ്യൽ മീഡിയ കൊന്ന ആ പ്രിയ സഹോദരന് ആദരാഞ്ജലികൾ.